നമസ്കാരം. അയർലൻഡിലെ ഈ ആഴ്ചയിലെ പ്രധാന അപ്ഡേറ്റുകൾ ഒന്ന് നോക്കാം. ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു ഫെബിൻ മനോജ് അയർലൻഡ് അണ്ടർ-17 ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത്. ഡബ്ലിനിലെ ഹിൽസ് ക്രിക്കറ്റ് ക്ലബിലെ താരമായ ഫെബിൻ അയർലൻഡ് അണ്ടർ-17 ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഈ നേട്ടം ഫെബിൻ്റെ കുടുംബത്തോടൊപ്പം അയർലൻഡിലെ മുഴുവൻ ഇന്ത്യൻ സമൂഹത്തിനും കൂടാതെ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കത്തക്ക നേട്ടമായി മാറിയിരിക്കുന്നു. കൊല്ലം കൊട്ടാരക്കര ചെങ്ങമ്മനാട് സ്വദേശിയായ മനോജ് ജോണിൻ്റെയും ബീന വർഗീസിൻ്റെയും മകനാണ് ഫെബിൻ. ഈ അവസരത്തിൽ ഫെബിന് ലാൽസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അടുത്ത മറ്റൊരു വാർത്ത, അയർലൻഡിലെ റോഡുകളിൽ 131 EV ചാർജിംഗ് പോയിന്റുകൾ പുതുതായി സ്ഥാപിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് പുതുതായി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിലവിലെ ചാർജിംഗ് പോയിന്റുകൾ കൂടാതെയാണ് പുതുതായി വരുന്ന ചാർജിംഗ് പോയിന്റുകൾ. ഇതിൻ്റെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡബ്ലിൻ നഗരത്തിൽ സ്വകാര്യ കാറുകളുടെ സഞ്ചാര നിയന്ത്രണം അടുത്ത മാസം മുതൽ നടപ്പിലാക്കുമെന്ന് ഡബ്ലിൻ സിറ്റി കൗൺസിൽ. ഓഗസ്റ്റ് 25 മുതൽ ഇതിൻ്റെ ആദ്യഘട്ടം നിലവിൽ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി പ്രധാനമായി പറയാനുള്ളത്, ഒരുപാട് അഭയാർത്ഥികളാണ് ഇപ്പോൾ അയർലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമാധാനപരമായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് അയർലൻഡിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കാതെ ഇരിക്കാം. മറ്റു ചില അപ്ഡേറ്റുകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.